ഗൈസ്, ഇന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഫിഷിംഗ് നടന്ന ദിവസമാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ഏറ്റവും പേരുകേട്ട തോട്ടുംകര ഫാമിലി റെസ്റ്റോറന്റ് വർക്കല വെള്ളിയാഴ്ചക്കാവ് ഷാപ്പ് എന്ന് പറഞ്ഞ ഒന്നുകൂടി എല്ലാവർക്കും അറിയാൻ കഴിയും. ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ കണ്ണുവെക്കുന്നത് ഇവിടുത്തെ ഈ ഒരു കുളത്തിലാണ് കേട്ടോ. സത്യത്തിൽ ഇതിനുള്ളിൽ എന്ത് മീനാണെന്നറിയാൻ വല്ലാത്തൊരു ആകാംക്ഷയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്രഷ് മീനിനെ പോലെ തന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന വെറൈറ്റി ടൈപ്പിലുള്ള മീറ്റ് നമ്മുടെ മുന്നിൽ പ്രിപ്പയർ ആയി എത്തിയിരിക്കും. ഇവിടുത്തെ കിച്ചണിൽ കയറി നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഒരു അന്തമില്ലാത്ത പല ടൈപ്പിലുള്ള വെറൈറ്റി ഫുഡാണ്. എന്തായാലും നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് 2 പേർക്കുള്ള കപ്പയും താറാവുമാണ് കേട്ടോ. നല്ല ആസ്വദിച്ചുള്ള ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ കുളത്തിലെ മീനിന്റെ അടി കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മാനേജ്മെന്റിന്റെ പെർമിഷൻ വാങ്ങി തിരിച്ചു പോയി നമ്മൾ കിച്ചണിൽ കയറി ഒരു അപ്പം ചോദിച്ചു വാങ്ങിച്ചിരിക്കുകയാണ്. പ്ലാനിങ് എന്തെന്നാൽ അപ്പം കൊരുത്തിട്ട് നമ്മൾ മീനിനെ പിടിക്കാൻ പോവാണ് കേട്ടോ. കയ്യിലുണ്ടായിരുന്ന ഹാൻഡ് ലൈനിൽ ചൂണ്ട കെട്ടി ഇതിൽ വെയിറ്റ് ഓഫ് ഫ്ലോട്ടോ ഇടാതെ വെറുതെ അപ്പം കൊരുത്തിടാനുള്ള പ്ലാനിങ് ആണ്. പെട്ടെന്ന് കൊന്നു പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പം നല്ല ഞെക്കി പീത്തി കുഴച്ച് കട്ടിയാക്കി എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ചൂണ്ടയിലേക്ക് അപ്പം കൊരുത്ത് നമ്മൾ കുളത്തിലേക്ക് എറിഞ്ഞിട്ടിരിക്കുകയാണ്. എറിഞ്ഞിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ടങ്കീസ് ഷൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ പോക്കാണ്. ഹുക്കപ്പ് കൊടുത്തപ്പോ മീൻ അതിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ലൊരു ഫൈറ്റ് തന്നെയാണ് കാഴ്ചവെച്ചോണ്ടിരിക്കുന്നത്. അവസാനം മീനിനെ പൊക്കിയെടുത്ത് കരയിടുമ്പോൾ കാണുന്നത് ഒരു ഇടത്തരം സൈസ് മലേഷ്യൻ വാളയാണ്. ആസാം വാള, കൂരിവാള എന്നുള്ള പേരുകളിലും ഈ ഒരു മഹാനെ അറിയാറുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നമ്മുടെ അക്വേറിയങ്ങളിൽ കിട്ടാറുള്ള ഷാർക്ക് എന്നറിയപ്പെടുന്ന കാറ്റ് ഫിഷും ഈ ഒരു മീനിന്റെ ഇനം തന്നെയാണ്. ഇവിടുത്തെ ചേട്ടൻ പറയുന്നതനുസരിച്ച് ആദ്യമായിട്ടാണ് ഒരു ചൂണ്ട ഈ കുളത്തിലേക്ക് വീഴുന്നത് കേട്ടോ. സാധാരണയായി ഗസ്റ്റുകൾക്ക് കൊടുക്കാനായി വല വീശിയാണ് ഈ ഒരു കുളത്തിൽ നിന്നും മീനുകളെ പിടിച്ചോണ്ടിരിക്കുന്നത്. അങ്ങനെ അധികം വൈകാതെ തന്നെ രണ്ടാമത്തെ കൂരിവാളയും അപ്പം ഉപയോഗിച്ച് നമ്മൾ ഈ കുളത്തിൽ നിന്നും പൊക്കിയിരിക്കുകയാണ്. ഒരു വളർത്ത കുളത്തിൽ നിന്നും മീൻ പിടിക്കുന്നത് വളരെ വലിയ കഴിവൊന്നുമല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇതൊരു സുവർണ അവസരമായിരുന്നു കേട്ടോ. എന്തായാലും വീട്ടിലെത്തുമ്പോൾ ഇവന്മാരെ ഉപയോഗിച്ച് നമ്മൾ ഒരു കിടിലൻ റെസിപ്പി സെറ്റ് ചെയ്യുന്നതായിരിക്കും.